പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവോധനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവൻ്റെ വലകയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്നിവിടെ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവമഹത്വത്തെക്കുറിച്ച് ചില ദിവസങ്ങളായിട്ട് നമ്മൾ ദൈവതലത്തിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു സത്യദൈവം, ഏക ദൈവം, ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം. ആ വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഏത് മനുഷ്യനും പ്രകാശിപ്പിക്കുന്ന സത്യം വിളിച്ചു. ഹല്ലേലൂയ. ആദിയിൽ വചനമായിരുന്നവൻ, ആ വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോടു കൂടെ. ഈ വചനങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോഴും ഇന്നും ലോകജനത്തിന്റെ കണ്ണുകൾക്ക് ക്രിസ്തു മറഞ്ഞിരിക്കുന്നു. പലർക്കും യേശുവിനെ ദൈവമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലരും ഇരുളിൽ തപ്പിത്തടയുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, ഹല്ലേലൂയ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. പുറത്തേക്ക് യേശുവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പം അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ, ഹല്ലേലൂയ, പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ട ദർശനത്തിൽ യേശുവിനെ കാണുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സൂര്യന്റെ മഹിമയിലും 1000 മടങ്ങുള്ളവനാണ്, തേജസ്സുള്ളവനാണ് ദൈവം. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അതതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നടക്കുന്നു, സഞ്ചരിക്കുന്നു. സൂര്യൻ ഭൂമിക്ക് ആവശ്യമായ പ്രകാശം തരുന്നു. എന്നാൽ ആ ദൈവത്തിന്റെ സൃഷ്ടിയേക്കാൾ എത്രയോ വലിയ തേജസ്സാണ് സൃഷ്ടമായി ദൈവത്തിനുള്ളതെന്ന് നാം തിരിച്ചറിയണം. അപ്പൊ യേശുക്രിസ്തു അവൻ മഹത്വത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ. അവന്റെ മുഖം ഇന്ന് നിങ്ങളെ പ്രകാശിക്കുന്നെങ്കിൽ, അവന്റെ മുഖം നിങ്ങൾ കാണാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രത്യാശയും ഉണ്ടാകും. നിങ്ങൾ യേശുവിൻ്റെ മുഖം കാണണം. യോഹന്നാൻ യേശുവിൻ്റെ മുഖം ആമി പ്രകാശിക്കുന്നത് കണ്ടതുപോലെ നിങ്ങളും ആ അനുഭവത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ക്രൈസ്തവ ലോകം മുഴുവൻ ഡിസംബർ 25 എന്ന് പറയുന്ന ആ ദിവസത്തിലേക്ക് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവര് ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയാണ്. ഡിസംബർ 25 ആകുമ്പോഴത്തേനും സൂര്യദേവന്റെ ജന്മദിവസമായിരിക്കുന്ന ഡിസംബർ 25 യേശുക്രിസ്തുവിന്റെ ജന്മദിവസമായിട്ട് അവർ ആഘോഷിക്കുക. യഥാർത്ഥത്തിൽ ഡിസംബർ 25 എന്ന് പറയുന്ന ദിവസം യേശു ജനിച്ചിട്ടില്ല. അങ്ങനെ വേദപുസ്തകം തെളിവില്ല. ആ ഭാഗത്തിലേക്ക് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനന ദിവസത്തെ ഒരു ആഘോഷമാക്കി മാറ്റുവാനും അത് എല്ലാ വർഷവും ആഘോഷിക്കാനും വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ അതൊരു ആഘോഷമാക്കി ക്രൈസ്തവ ലോകം മാറ്റിയിരിക്കുന്നു. ക്രൈസ്തവ ലോകം മാത്രമല്ല, മറ്റനേകരും അത് തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർക്ക് അതിൻ്റെ കാരണങ്ങളുണ്ടാകും. ഹല്ലേലൂയ. അപ്പം എല്ലാ വർഷവും യേശു ജനിക്കുമെന്നും എല്ലാ വർഷവും പുൽക്കൂട്ടിൽ യേശുവിനെ കാണാമെന്നുള്ള വേദപുസ്തക ചരിത്രങ്ങളൊന്നും ഇല്ലതാനും. വേദപുസ്തകം അങ്ങനെ ഭാഗമേ ഇല്ല. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം യോഹന്നാൻ കാണുക. ആ യേശു മധ്യാകാശത്തിൽ വരുമെന്നാ യോഹന്നാൻ പറയുന്നത്. ഹല്ലേലൂയ. പൗലോസും അത് തന്നെയാണ് പറയുന്നത്. പൗലോസ് എന്താണ് പറയുന്നത്? കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്ന് 1 തെസ്സലോനിക്ക ലേഖനം 4:16 വായിക്കുന്നു. എന്തിനാണ്? മുമ്പേ മരിച്ച വിശുദ്ധന്മാരെ ഉയർക്കുവാൻ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ രൂപാന്തരം കൊടുക്കാൻ വേണ്ടി, അവരെ ചേർക്കുവാൻ. അപ്പൊ ഇനി കർത്താവ് വരുന്നത് എന്താണ്? അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ മധ്യാകാശത്തിൽ വരും. ആ ഒരു ബോധ്യമാണ് എനിക്ക് നിങ്ങൾക്ക് ആവശ്യം. അത് തിരിച്ചറിയണമെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ.
അല്ലാത്തൊരു യേശുവിൻ്റെ ജന്മദിവസമാണെന്ന് പറഞ്ഞ് ഡിസംബർ 25 ആഘോഷിച്ച് അത് സൂര്യദേവന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. ചരിത്രം പഠിച്ചാൽ അങ്ങനെ കാണുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തു വരും മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കാൻ. അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ കാത്തിരിപ്പ്. അപ്പം യേശുക്രിസ്തു ഇനി ജനിക്കുമെന്നും ഇനി എല്ലാ വർഷവും ജനിച്ച് പുൽക്കുട്ടി കാണുമെന്നും വേദപുസ്തകത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചരിത്രവുമില്ല. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിനകത്തെ ഒരു രേഖയുമില്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ ഒരു രേഖയുമില്ല. ലേഖനങ്ങളിലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം പറയുന്ന കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ വരുമെന്നാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ അവന്റെ മുഖം സൂര്യൻ പ്രകാശിക്കുന്ന പോലെ, സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ തേജസ്സുള്ളവനായി മധ്യാകാശത്തിൽ വരുന്ന യേശുക്രിസ്തുവിനെ വേണം നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു വെക്കുന്ന പാപങ്ങൾ പിന്നെയും കണ്ട് നിങ്ങളുടെ തലമുറ പഠിച്ച് വീണ്ടും ആ തലമുറയെ പാപത്തിലേക്ക് പോകാതെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ മക്കൾ. അവർ ഏറ്റു പറയുന്നത്, അവർ അനുസരിക്കുന്നത്, ചെയ്യുന്നത്. അറിയായ്മയുടെ കാലഘട്ടങ്ങളിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അറിയായ്മയുടെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അറിയായ്മയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ പലതും നിങ്ങളുടെ തലമുറയെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അറിയായ്മയുടെ കാലങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെയാണ്? നീ രക്ഷിക്കപ്പെട്ട് ദൈവസഭയ്ക്ക് കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, അറിയായ്മയുടെ കാലഘട്ടങ്ങളിൽ ചെയ്തതിൽ ദൈവത്തിനോട് ക്ഷമിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ തരും. എൻ്റെ അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ മധ്യാകാശത്തിൽ വരുന്ന യേശുവിനെ കാണുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അവൻ യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ കാണുവാനുള്ള ആഗ്രഹം ഓരോ ദിനങ്ങളും നിനക്കുണ്ടാകണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ മുഖം കറുപ്പിച്ച് മുഖം ക്രൂരമാക്കി മാറ്റി ഉള്ള പകയും വിദ്വേഷവും എല്ലാം മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് വന്ന് രാവിലെ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നിങ്ങൾ യേശുവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ ആ ദാസനായിരുന്ന അവിടുന്ന് വേർതിരിച്ച അങ്ങയുടെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ കണ്ടതുപോലെ അവന്റെ മുഖം സൂര്യൻ, യേശുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ കാണുവാൻ അതിരാവിലെ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ നിങ്ങൾക്കും അനുഭവത്തിലേക്ക് വരാം. യോഹന്നാൻ കണ്ടതുപോലെ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ കാരണം, കർത്താവായ യേശുക്രിസ്തു ഏക ദൈവം, സത്യദൈവമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനമായ അധ്യായമാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് പ്രാരംഭം തൊട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആ വാക്യത്തിനകത്ത്, ആ വചനത്തിനകത്ത് പറയുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് താങ്കളുടെ ജീവിതം ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. സകല മനുഷ്യരും ഇരുളിൽ കിടക്കുന്നത് കൊണ്ട്, പാപാന്തകാരത്തിൽ കിടക്കുന്നത് കൊണ്ട്, യേശുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള ആ കാഴ്ച കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ഇരുളിനെ തപ്പി നടക്കുന്നത്. ഇരുളിനെ സ്നേഹിച്ച് ഇരുളിനെ തപ്പി നടന്നാൽ അവിടെ ഒരു പ്രകാശം കാണാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ വെളിച്ചത്തെ അന്വേഷിച്ച് നടന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുള് മാറി, ഹല്ലേലൂയ, ആ യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഇരുള് മാറും, തലമുറയുടെ ഇരുള് മാറും, അന്ധകാരം നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്ന എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അന്ധകാരം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്, അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തിൽ ആധിപത്യം പുലർത്തുന്നതുകൊണ്ടാണ്, അന്ധകാര ശക്തികൾ നിന്റെ കുടുംബത്തിലെ അവകാശം പറയുന്നത് കൊണ്ടാണ് ഇന്നും നിനക്ക് വെളിച്ചം കാണാൻ കഴിയാത്തത്, കഷ്ടത മാറാത്തത്, ദുഃഖങ്ങൾ മാറാത്തത്, കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? സൂര്യൻ പ്രകാശിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് തേജസ്സുള്ള യേശു നിന്റെ കുടുംബത്തിനകത്ത് വന്നു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ തേജസ് വന്നു കഴിയുമ്പോൾ, യേശുവിന്റെ പ്രകാശം വന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, പിന്നെ നിങ്ങളുടെ കുടുംബം എന്താ വലിയ സന്തോഷമായി മാറും. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള മുഖമെന്ന്
യോഹന്നാൻ പറയുമ്പോൾ അതിൻ്റെ ചില വേദഭാഗ വ്യാഖ്യാനങ്ങളിൽ ഞാൻ വായിച്ചത്, ഹല്ലേലൂയ, സൂര്യന്റെ ശോഭയെ വെല്ലുന്ന അവന്റെ മുഖപ്രകാശം മഹത്വ പ്രത്യക്ഷതയെ ചൂണ്ടിക്കാണിക്കുന്നു. സൂര്യന്റെ പ്രകാശത്തെക്കാൾ തേജസ്സുള്ള ആ പ്രകാശം യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത ചൂണ്ടിക്കാണിക്കുന്നു. ഒരിക്കൽ യോഹന്നാൻ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നത് കണ്ടതാണ്. യോഹന്നാന്റെ മുമ്പ് അനുഭവമുണ്ട്. യേശുവിന്റെ മുഖം സൂര്യന്റെ പ്രകാശത്തെക്കാൾ ശ്രേഷ്ഠമായി പ്രകാശിക്കുന്നത് കണ്ടതാണ് യോഹന്നാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ ശക്തമായിട്ട് അത് എഴുതുന്നത്, ഇനിയും നീതി സൂര്യനായ കർത്താവ് വെളിപ്പെടും. അല്ലേ, നീതി സൂര്യനായിരിക്കുന്ന കർത്താവ് സൂര്യപ്രകാശത്തെക്കാൾ തേജസ്സുള്ളവനായി മധ്യാകാശത്തിൽ വരും. ശ്രോതാവി, അതിനുവേണ്ടി താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ ഇന്നും ഇരുളിന്റെ നടുവിൽ കിടക്കുകയാണോ? പാപാന്തകാരത്തിൽ കിടക്കുകയാണോ? പാപം, ശാപം നിന്നെ മൂടി നിന്നെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിന്റെ കുടുംബത്തിൽ ലഭിക്കേണ്ട നന്മകൾ തകരുകയാണോ? നിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ തകർന്നുകൊണ്ടിരിക്കുകയാണോ? നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ ഇന്ന് പകൽ നീ ദൈവവചനത്തിന് ചെവി കൊടുക്കുന്നെങ്കിൽ, ദൈവവചനത്തെ നീ അനുസരിക്കുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് പുതിയ വഴിത്തിരിവ് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. കാരണം എല്ലാ ദിവസവും പ്രാർത്ഥന എന്ന് പറയുന്ന അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ആവശ്യക്കാർ നിരന്തരം വിളിക്കുമ്പോൾ അവരെല്ലാം അവരുടെ കുടുംബത്തിന്റെ ഇരുളിനെ കുറിച്ചാണ് പറയുന്നത്, ഇരുണ്ട ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, സ്വസ്ഥതയില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, കണ്ണുനീരിന്റെ അനുഭവം പറയുന്നത്, ഹൃദയം വിങ്ങിപ്പൊട്ടിയ ഓരോരുത്തരും പറയുന്നത്. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാണ്. ദൈവ തേജസ് എന്താണ്, യേശു ആരാണ്, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം എന്താണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായി മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ വിങ്ങുന്ന ഹൃദയമായി നടക്കുന്ന പലരോട് പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്, യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ യേശുവിനെ കുറിച്ച് ഉള്ളതാനും. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനില്ല, ഇവിടുത്തെ മത നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനില്ല, സംഘടന നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനില്ല, ഇവിടുത്തെ കായിക നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സമയമില്ല. എൻ്റെ സമയം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയാനുള്ളതാണ്. ലോകത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒരു പ്രയോജനമില്ല, ഒരു പ്രതിഫലവും കിട്ടത്തില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്നവരോട്, നിന്റെ കണ്ണിൽ പെടുന്നവരോട്, നിന്നെ വിളിക്കുന്നവരോട്, നിന്നോട് സങ്കടം പറയുന്നവരോട് നീ ലോകത്തിലുള്ളവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നെങ്കിൽ അവരുടെ ഇരുണ്ട ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ഹല്ലേലൂയ രക്തം ചെയ്യും. അവരെയും സ്തോത്രം, യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ അവരെയും നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യം നിങ്ങൾ പ്രകാശത്തിലേക്ക് വരണം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവമക്കൾ, ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ, ദൈവവചനം അനുസരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് ആദ്യം എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള അനുഭവത്തിലേക്ക് അവർ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ ഇരുൾ മാറ്റാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് സൂര്യന് കൊടുത്ത മഹിമയേക്കാൾ എത്രയോ മടങ്ങാണ് യേശുവിന്റെ മഹത്വം എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾക്ക് കൊടുത്ത മഹത്വത്തെക്കാൾ എത്രയോ മഹത്വമേറിയതാണ് യേശുവിന്റെ മഹത്വം. ചന്ദ്രൻ പ്രകാശിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് യേശുവിന്റെ തേജസ്. നോക്കിയേ, ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്, അവയ്ക്ക് പ്രകാശം കൊടുക്കുന്നത് ദൈവമാണ്. അതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് തേജസ്സുള്ളവനായ യേശുവിനെ വേണം നീ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ. നിന്റെ സംസാരത്തിൽ അതായിരിക്കണം, നിന്റെ വാക്കുകൾക്കകത്ത് യേശു നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾക്കകത്ത് യേശു നിറഞ്ഞു നിന്നാൽ നിന്നെ സമീപിക്കുന്നവരുടെ ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം നിനക്ക് പകരുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ ഇപ്പോഴും സൗമ്യതയുടെയും താഴ്മയുടെയും കൃപയുടെയും ഇതുമായിരിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിൽ സൂര്യൻ തരുന്ന പ്രകാശത്തെക്കാൾ 10,000 മടങ്ങ് തേജസ്സുള്ള യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമെന്ന് പൗലോസ് ആദിയായ വിശുദ്ധന്മാർ വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസിദാസന്മാർ
അവരും മുക്കിലും മൂലയിലും നിന്ന് വിളിച്ചു പറയുകയാണ്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കുന്നു. ആ കാഴ്ച കണ്ട ദൈവമക്കളാണ് വിളിച്ചു പറയുന്നത്, യേശു വരാൻ സമയമായെന്നാണ്. അവരെ വിളിച്ചു പറഞ്ഞത് യേശുവിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുമെന്ന്. അവരെ പറഞ്ഞത് യേശുവിനെ രക്ഷിക്കുമെന്ന് പറയുന്നത്. അവരെ യേശു നിനക്ക് സമാധാനം തരും, സന്തോഷം തരും, സ്നേഹം തരും എന്നൊക്കെ പറയുന്നത് വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിച്ച ദൈവത്തിന്റെ ജനമാണ്. അവർക്കിത് പ്രസംഗിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ പറയട്ടെ, നിനക്ക് ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ? നിന്റെ വാടിക്കരിഞ്ഞ മുഖം മാറ്റിക്കളഞ്ഞിട്ട്, കറുത്തിരുണ്ട മുഖം മാറ്റിക്കളഞ്ഞിട്ട്, പ്രകോപനത്തിന്റെ, കോപത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ ആ മുഖഭാവമൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നീ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോൾ കർത്താവിന്റെ ഭാവം നിന്നിലേക്ക് വരും. കർത്താവിന്റെ ഭാവം നിന്നിലേക്ക് വരുമ്പോൾ അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ നിന്റെ മുഖത്തോ ദൈവ തേജസ് വെളിപ്പെടും. ഹല്ലേലൂയ. ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ മുഖം ഇന്ന് ഇരുണ്ടിരിക്കുക, ഇരുണ്ട് കറുത്ത്, ഹല്ലേലൂയ, പുകഞ്ഞ് ഒക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയും. കാരണം അവരോട് എന്തു പറഞ്ഞാലും അവരെ ഒന്ന് ചിരിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുഖം അതുപോലെ വാടിയിരിക്കുക, അതുപോലെ സങ്കടത്തിലാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, കാമലിലെ കൂരിരുളിന്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോയാലും, മരണനിരളിലും താഴ്വരയിലും നീ കടന്നു പോയാലും, നീ യേശു ക്രിസ്തു വിശ്വസിക്കുന്നെങ്കിൽ ആ അനുഭവത്തിൽ നിന്നെല്ലാം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. രക്തക്ഷയം, നിന്റെ എല്ലാ പ്രതിസന്ധികളും യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കുമ്പോൾ, നിന്നെ ഉയർത്തുമ്പോൾ അതിനെതിരെ നിൽക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിനും മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഭാവിയെ തകർക്കുന്ന, നിന്റെ ജീവിതത്തെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, നിന്റെ നന്മകളെ തടസ്സപ്പെടുത്തുന്ന അന്യായ ബന്ധനങ്ങളെ മനസ്സിലാക്കണം. കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന പാപവും ശാപവും നീ തിരിച്ചറിയണം. ദേശത്തിന്റെ പൂരുകൾ, ആഭിചാര ശക്തികൾ നിനക്കെതിരെ കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും നീ അറിഞ്ഞ് അവയിൽ നിന്ന് നീ മോചനം പ്രാപിക്കണം. അത് പ്രാപിക്കണമെങ്കിൽ അവന്റെ മുഖം സൂര്യശക്തിയൂടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ നിനക്കും യേശുവിനെ കാണാൻ കഴിയണം. രക്തക്ഷയം. പ്രൈസറോ. എന്താണ് ഉയർച്ചയില്ലാത്തത്? എന്താണ് നന്മ പ്രാപിക്കാൻ കഴിയാത്തത്? എന്താണെന്ന് സന്തോഷിപ്പാൻ കഴിയാത്തത്? ഇതുപോലെ ദുഃഖം എന്താണ്? എന്തിനാണ് ഇതുപോലെ നീ വേദന അനുഭവിക്കുന്നത്? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വേദനിക്കുക, സങ്കടപ്പെടുക, ദുഃഖിക്കുവാനല്ല ദൈവം നിന്നെ ഭൂമിയിൽ വേർതിരിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നീ ദൈവിക സന്തോഷത്തിൽ നിറയപ്പെടണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. രക്തജയം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വാക്യവും കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ മുഖതേജസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അവന്റെ മുഖം എത്രമാത്രം പ്രകാശമായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ മഹത്വത്തിന്റെ ദൈവം, സ്വർഗീയ മഹത്വം വെടിഞ്ഞ് മനുഷ്യപുത്രനായി വന്നതിനാൽ, ഹല്ലേലൂയ, ലോകം അവനെ അറിഞ്ഞില്ല. യേശു ഇതുപോലെ തേജസ്സും ഉള്ളവനായി ദൈവം സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നിട്ടും ഈ ലോകം യേശുവിനെ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം, 1 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതെ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനെ തന്നെത്താൻ ഒഴിച്ചു. സകല തേജസ്സും അമേലിയ മാറ്റിവെച്ച് യേശു ഭൂമിയിലേക്ക് വന്നത് ഈ ലോകത്തിൻ്റെ ജനം അറിഞ്ഞില്ല. അവരത് അറിഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാ. അവൻ 1 കൊരിന്ത്യർ 2-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 6-7 വാക്യങ്ങളെ ചേർത്ത് വായിക്കും കാണുന്നുണ്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ഈ ലോകത്തിൽ സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഇവിടെ നശിച്ചു പോകുന്ന പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല പ്രസംഗിക്കുന്നത് പൗലോസ് പറയും. എന്നിട്ട് പൗലോസ് പറയുന്നത്, ദൈവ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനത്തെ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു.
ഹല്ലേലൂയ. അപ്പൊ എന്താണ് പറയുന്നത്? ലോക സൃഷ്ടിക്കും മുമ്പേ അവൻ തേജസ്സിനായി മുന്നിവിച്ചതും മറഞ്ഞിരുന്നതുമായിരുന്ന ദൈവികമായ ജ്ഞാനത്തെയാണ് ഹല്ലേലൂയ പൗലോസ് പ്രസ്താവിക്കുന്നത്. പൗലോസ് പറയുന്ന ദൈവികമായ ജ്ഞാനത്തെ ഈ ലോകം അറിഞ്ഞിരുന്നില്ല, ഈ ലോകത്തിന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 7-ാം വാക്യം 7 പറഞ്ഞ 8-ാമത്തെ വാക്യം, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ തേജസ്സിന്റെ ഹല്ലേലൂയ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖതേജസ്സിനെ അറിയാത്തവർ, യേശുവിനെ അറിയാത്തവർ ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിന് ലോകാപവാദം വരുത്തുന്ന രീതിയിൽ അവനെ വീണ്ടും ക്രൂശിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെതിരെ തിരിഞ്ഞ് സംസാരിക്കുക. എന്നാൽ പത്മോസിൽ കിടക്കുന്ന ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു കാണുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീയും ആ ദൈവിക ജ്ഞാനം പ്രാപിച്ച് വെളിപ്പാട് പ്രാപിച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം നിന്റെ മുഖത്തെപ്പോഴും ദൈവ തേജസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവിക ജ്ഞാനത്തിന്റെ മർമ്മം പൗലോസ് ഇവിടെ ദൈവജ്ഞാനത്തെ ഒരു മർമ്മം അഥവാ രഹസ്യമായി പറയുക. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ദുഷ്ടാത്മാവിന്റെ ജ്ഞാനവുമല്ല, പ്രത്യുത മുമ്പ് മറഞ്ഞിരുന്നതും ഇപ്പോൾ മഹത്വത്തോടെ വെളിപ്പെട്ടു വന്നതുമായ ജ്ഞാനത്തെ ദൈവം തന്റെ സഭയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. മുമ്പ് പിതാക്കന്മാർക്ക് മറഞ്ഞിരുന്നത്, ലോകത്തിന് മറഞ്ഞിരുന്ന ലോക സൃഷ്ടിക്കുമ്പേ തേജസ്സിനായി നിയമിച്ചിരുന്ന ദൈവികമായ ജ്ഞാനത്തെയാണ് ഹല്ലേലൂയ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പൗലോസും പറയുന്നത്. ഹല്ലേലൂയ. ഈ ജ്ഞാനം അഥവാ അറിവ് ഒരുവനെ രക്ഷയിലേക്കും ഭാഗ്യകരമായ പ്രത്യാശയിലേക്കും നയിക്കുന്നു. ലോകപ്രകാരം മഹാന്മാരായവർക്ക് ഇത് മറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ദൈവികമായ ജ്ഞാനം, ദൈവിക രഹസ്യം, ദൈവിക മർമ്മം എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ മുമ്പിൽ, ലോകദൃഷ്ടിയിൽ ഇവിടുത്തെ പ്രഭുക്കന്മാർക്ക്, ഇവിടുത്തെ മതനേതാക്കന്മാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, സംഘടനക്കാർക്കൊക്കെ മറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നത്. ആ ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് പറയുക, ഹല്ലേലൂയ, രക്തം ചെയ്യും. യോഹന്നാൻ വീണ്ടും നമ്മളെ ഉണർത്തിയ, ഞാൻ പത്മോസിൽ കിടന്നപ്പോൾ ഞാൻ യേശുവിന്റെ മുഖം കണ്ടത്, ഹല്ലേലൂയ, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന്. മുമ്പ് ഞാനത് കണ്ടിട്ടുള്ളത് യോഹന്നാൻ പറയുക. ഹല്ലേലൂയ. അതേ ശ്രോതാവേ, നിനക്ക് യേശുവിനെ അറിയുക കഴിയണം. നീ യേശുവിനെ അറിയുന്നതാണ് നിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. യേശുവിനെ അറിയുന്നതാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. യേശുവിനെ അറിയുന്നത് നിത്യജീവൻ. യേശുവിനെ അറിയുന്നതാണ് നിന്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നത്. ലോകത്തിൽ മറ്റാരെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. അല്ലെങ്കിൽ ലോകത്തിൽ അനവധി ആളുകളുമായിട്ട് നിങ്ങൾക്ക് പിടിപാടുകളും ബന്ധങ്ങളും ഉണ്ട്. ചിലരോടൊക്കെ സംസാരിക്കും, എനിക്ക് അങ്ങ് മുകളിൽ പിടിയുണ്ടെന്നാണ് പറയുന്നത്. എവിടെ മുകളിൽ പിടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് പിടിയുണ്ടെന്നാണ് പറയുന്നത്, അടുപ്പമുണ്ടെന്നാണ് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്, ഇവിടുത്തെ മതങ്ങളെ നേതാക്കന്മാരെ അറിയാമെന്ന് പറയുന്നുണ്ട് ഒരു പ്രയോജനമില്ല. നിനക്ക് യേശുവിനെ അറിയാവോ? യേശുവിനെ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആ ദൈവിക രഹസ്യം, ദൈവിക മർമ്മത്തെ, ദൈവിക ജ്ഞാനത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നീ നിശ്ചയമായിട്ടും വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ ക്രിസ്തീയ ജീവിത സന്തോഷത്തോടെ നയിച്ചേനെ. കാരണം ദോഷികളുമായിരുന്ന ജനം, ശാപത്തിലും പാപത്തിലും വീണ് കിടന്ന ജനം, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കിടന്നിരുന്ന ജനത്തിന് ആത്മരക്ഷ പകരാൻ വേണ്ടിയിട്ട്, നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ട്, സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജസ്സുള്ള കർത്താവ് തൻ്റെ തേജസ് മുഴുവൻ മാറ്റിവെച്ചിട്ട് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്നെ വിടുവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നിനക്കൊരു സമാധാനം തരാൻ വേണ്ടിയിട്ടായിരുന്നു, നിന്റെ തകർന്ന ജീവിതത്തെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ്, നിന്റെ ഉടഞ്ഞ ജീവിതത്തെ പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെല്ലാം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ, നിന്റെ ജീവിതത്തിലെ ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇവിടെ ദൈവത്തിനോ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം തൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ 3 പേരെ തനിച്ച് വിളിച്ചുകൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുക. അതിനെക്കുറിച്ച് വായിക്കും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. 17-ാം അധ്യായം
അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായി യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ വീണ്ടും പത്മോസിൽ കിടക്കുമ്പോൾ ആമീൻ, യേശുക്രിസ്തുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് യോഹന്നാൻ പറയാൻ കാരണം, മുമ്പ് പത്രോസിനെയും അല്ലെങ്കിൽ യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി യേശു ആമീൻ താബോർ മലയിൽ മറുരൂപമലയിൽ പോയപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് യേശു ഹല്ലേലൂയ അവർക്ക് പ്രത്യക്ഷമായിരുന്നപ്പോൾ യേശുവിന്റെ മുഖം എങ്ങനെ ആമീൻ സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ, സൂര്യനെ പോലെ പ്രകാശിച്ചു എന്നാണ് യോഹന്നാൻ അനുഭവം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കത് അനുഭവം ഇത്രയും കാലമായില്ലേ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട്, ഇത്രയും കാലമായില്ലേ ദൈവത്തിനെ ചിന്തിക്കാൻ തുടങ്ങി, ബൈബിൾ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഇന്നും നിങ്ങളുടെ മുഖം സൂര്യനെ പോലെ ദൈവ തേജസ്സോടുകൂടി നിറഞ്ഞതാണോ? ദൈവ തേജസ്സോടുകൂടി നിറഞ്ഞ് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടോ? സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുകയാണ്, അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ദൈവിക ദർശനം പ്രാപിക്കണം, ദൈവിക വെളിപ്പാട് നിനക്കുണ്ടായിരിക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന എല്ലാവരോടും കൂടെ ദൈവത്തിനും പറയുകയാണ്, ഇവിടുത്തെ ക്രൈസ്തവർ പ്രത്യേകിച്ച് പറയുകയാണ്, നിനക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് ഉണ്ടെങ്കിൽ ആ വെളിപ്പാട് നിന്റെ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റും. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടില്ലാത്തതാണ് നിന്റെ ജീവിതത്തിന്റെ തകർച്ച മുഴുവനും. ഹല്ലേലൂയ. അതുകൊണ്ട് പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ കണ്ടതുപോലെ അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു പറയുമ്പോൾ, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ തേജസ്സിനെ ഹല്ലേലൂയ രക്തനിശ്ചയം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് അത് വെളിപ്പെടണം. രക്തനിശ്ചയം. പ്രൈസ്. എന്തിനാണ് നമ്മൾ യേശുവിനെ കുറിച്ച് ഇത്രമാത്രം വർണ്ണിക്കുന്നത്? അവൻ 10,000 സുന്ദരനാ, വെണ്മയും ചുവപ്പുമുള്ളവനാ, അവൻ മേഘാരൂഢനായി വരും. ഹല്ലേലൂയ. തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ കാഹളം മധ്യാകാശത്തിൽ വരുമ്പോൾ നീ ആ കൂട്ടത്തിൽ എടുക്കപ്പെടുവോ? ഹല്ലേലൂയ. നിത്യമായ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നീ കാണുമോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതോ നിത്യമായി നരകത്തിൽ കണ്ണുനീരിന്റെ അടിഭാഗത്തിലായി ആയിത്തീരുമോ നിന്റെ ജീവിതം? ഏതാണ് നിനക്ക് തിരഞ്ഞെടുക്കേണ്ടത്? നിനക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിത്യജീവനെ തിരഞ്ഞെടുത്ത് ആമേൻ ദൈവിക തേജസ്സോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അല്ല, നിങ്ങൾ ഈ ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണുനീരിൽ കൂടെ ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞത്, യേശുക്രിസ്തു ഈ ഭൂമിയിലായപ്പോൾ ഒരു പ്രാവശ്യം തന്റെ പ്രിയ ശിഷ്യന്മാരിൽ 3 പേരെ തനിച്ച് വിളിച്ചുകൊണ്ടുപോയി. ആമേ ഉയർന്ന മലയിൽ കയറി അവർക്ക് മുമ്പായി രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഈ വചനമൊക്കെ വായിക്കുന്നത് സന്തോഷിക്കണം. എന്ന് പറഞ്ഞാൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 ശിഷ്യന്മാരെ മാത്രമാണ് രൂപാന്തരത്തിന് സാക്ഷികളാക്കി മാറ്റിയത്. പത്രോസ് ഹല്ലേലൂയ, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപാന്തരത്തിന് സാക്ഷികളാക്കി മാറ്റിയെങ്കിൽ അതിൽ ഒരാളായിട്ട് നിനക്കും മാറാൻ കഴിയണം. നീ കർത്താവിനോട് പറയണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കർത്താവിനോട് പറയണം, ഹല്ലേലൂയ, കർത്താവേ, ആ പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെട്ട ദൈവമേ, എനിക്കൊന്ന് വെളിപ്പെടണമേ, എനിക്കെന്നെ അങ്ങയെ ഒന്ന് വെളിപ്പെടുത്തി തരണമേ, അങ്ങനെ മഹത്വം എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ ഇന്ന് നീ ആഗ്രഹത്തോടെ പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവരാണ് ദൈവം. എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ നിന്റെ ഭർത്താവിനെ കൊണ്ട് കഴിയത്തില്ലെന്നാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് നിന്റെ ഭാര്യയെ കൊണ്ട് കഴിയത്തില്ല. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ നിങ്ങളുടെ ചങ്കെന്ന് പറയുന്നവരെ കൊണ്ട് കഴിയത്തില്ല കേട്ടോ. ചിലവരെ അവനെൻ്റെ ചങ്കാണ്, അവളെൻ്റെ ചങ്കാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടക്കുന്ന ജനത്തോട് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, അങ്ങനെ രസിച്ച് നടക്കുന്നവർ പറയട്ടെ, നിന്റെ ഉള്ളിൽ യേശു ഉണ്ടോ?
നിന്റെ ചങ്ക് ഈ ലോകത്തിൽ ആമേൻ ദ്രവിച്ചു പോകുന്ന നശിച്ചു പോകുന്ന ജനമാണോ? ഈ ലോകത്തിൽ നിന്റെ കൂട്ടുകാളികൾ ആമേൻ ഒരു പിടി മണ്ണായി മാറുന്നവരാണോ? അല്ലേ? അവരെയാണോ നീ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? അവർക്കൊന്നും നിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരാൻ കഴിയത്തില്ല. മനുഷ്യനെല്ലാത്തിനും പരിമിതികളുണ്ട്. എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിച്ചു തരുന്നവൻ, ഹല്ലേലൂയ, രക്തച്ചേ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ മുഴുവൻ തരുന്നവൻ യേശു മാത്രമാണ്. ആ യേശു ക്രിസ്തുവിലാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അവൻ നിന്റെ സകല ദുഃഖങ്ങളും മാറ്റും. ഹല്ലേലൂയ. മാർത്തയോടും മറിയോടും ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും, എൻ്റെ ഞങ്ങളുടെ സഹോദരനായിരിക്കുന്ന ലാസർ മരിച്ചുപോയി, 4 ദിവസമായി ഈ വീട്ടിൽ നിന്നും ആൾ ഒഴിഞ്ഞിട്ടില്ല, യഹൂദന്മാർ വീട്ടിൽ നിറഞ്ഞു നിൽക്കുക, ഞങ്ങളുടെ സങ്കടം, ഞങ്ങളുടെ വേദന അത് ഞങ്ങൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ വിങ്ങിപ്പൊട്ടി സങ്കടപ്പെട്ട് കരയുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നുകൂടിയിരിക്കുന്ന യഹൂദന്മാരും ദേശവാസികളും ഞങ്ങളോടൊപ്പം കരയുക. പക്ഷെ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ സഹോദരൻ ലാസർ ജീവനോടെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതെങ്കിൽ അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് സാധിപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ ഭവനത്തിൽ കൂടിയിരിക്കുന്ന ആർക്കും കഴിയുകയില്ലെന്ന് ഹല്ലേലൂയ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിടെ അരികിൽ വരുന്നത്. യേശുവിടെ അരികിൽ വരുന്നത് മാർത്ത കണ്ടു. മാർത്ത ഓടിച്ചെന്നവരെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞത്, അവൻ ഉറങ്ങുക, അവൻ മരിച്ചിട്ട് അവൻ നിദ്ര കൊള്ളുക, ഞാൻ അവനെ ഉണർത്തും. ഹല്ലേലൂയ. അപ്പോൾ മറിയയുടെ കണ്ണുനീര് കണ്ട് യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ മുഖം സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ പ്രകാശമായിരുന്ന ആയിരുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ ഈ മാർത്തയുടെയും മറിയുടെയും കണ്ണുനീര് കണ്ട് അവരോട് ചേർന്ന് കരഞ്ഞവൻ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? ലാസർ മരിച്ചുപോയവനെ ജീവിപ്പിക്കണം. അത് ലാസറിനെ ജീവനോടെ കൊടുത്ത യേശു അന്ന് കരഞ്ഞ അന്ന് കരഞ്ഞ മുഖം കണ്ട യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതും പറയുക, മാർത്തയുടെയും മറിയുടെയും മുമ്പിൽ കരഞ്ഞ മുഖത്തോടുകൂടി കണ്ണുനീരോടുകൂടി നിന്ന് യേശുവിനെ അല്ല ഇപ്പം യോഹന്നാൻ കാണുന്നത്. ഇപ്പൊ യോഹന്നാൻ പറയുകയാണ്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരിക്കുന്നതെന്ന്. കണ്ടോ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെ നടത്തി തരാൻ യേശുവിനെ കഴിയുള്ളൂ. അതുകൊണ്ട് നീ യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ നിന്റെ മുഖവും സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ ദൈവ തേജസ്സുള്ളതായി മാറും. ഹല്ലേലൂയ. നിന്റെ ദുഃഖങ്ങളെ മാറ്റിത്തരും. മരണമണികൾ മുഴങ്ങുന്ന നിന്റെ ജീവിതത്തിൽ, മരണമണികൾ നിന്റെ കുടുംബത്തിനകത്ത് മുഴങ്ങുമ്പോൾ, മരണം നിന്റെ കുടുംബത്തിന് പതിയിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പതിയിരിക്കുമ്പോൾ അതിനെ നിനക്ക് ജയിക്കണമെങ്കിൽ നീ യേശുവിലേക്ക് വരണം കേട്ടോ. രക്തജയം. ഹല്ലേലൂയ. നമുക്കറിയാം എത്രയോ ജീവിതങ്ങളാണ് ഓരോ ദിവസം പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ ഹല്ലേലൂയ മറ്റനവധി സ്ഥലങ്ങൾ അടൂരും ഒക്കെയായിട്ട് എത്രയോ ആളുകളാണ് അല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും ഇരുളിൻ്റെ അനുഭവത്തിലാണ്. മനുഷ്യന്റെ ജീവനെ തട്ടിയെടുക്കുക, മനുഷ്യന്റെ ജീവനെ അപഹരിക്കുക സാത്താൻ പലവിധമായി തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവേ, നിന്റെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകുവാൻ ഈ ലോകത്തിന് കഴിയില്ല, ലോകത്തിന്റെ അധികാരികൾക്ക് കഴിയില്ല, പ്രമാണികൾക്ക് കഴിയില്ല, മതങ്ങൾക്ക് കഴിയില്ല. നിന്റെ ജീവന് സംരക്ഷണം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ലതിയ മകനെയും മരുമോളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാൻ വന്ന അപ്പൻ്റെ അമ്മയുടെ അപ്പന്മാരുടെ മക്കളുടെ ദാരുണമായ അന്ത്യം കണ്ടില്ലേ? വീട്ടിലേക്ക് 7 കിലോമീറ്റർ മാത്രം ശേഷിക്കുമ്പോൾ അവർ 4 പേരും വാഹനാപകടത്തിൽ മരണപ്പെട്ട്. ഞാനത് കേട്ടപ്പം വളരെ സങ്കടപ്പെട്ടു. ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാർത്ത. ഞാൻ കമന്റ് ഇട്ട് അതിനടിയിൽ, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാർത്തയെന്ന്. അതേപോലെ എത്രയോ ജീവിതങ്ങളെ, എത്രയോ മനുഷ്യരെ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ അവരുടെ ജീവനെ അപഹരിച്ചെടുക്കുന്നു. ഇന്ന് പകൽ ഈ കേരളത്തിൽ നടക്കുന്ന വാഹനാപകടം പോലെ ഒരു അപകടയിലോ മറ്റൊരു സ്ഥലത്തുമുണ്ടോ? ഈ കേരളത്തിനകത്ത് വാഹനം ഓടിക്കുന്ന സകല ജനങ്ങളും മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് വേണ്ടതുപോലെ വാഹനം ഓടിക്കാൻ അറിയാതെ, ലൈസൻസ് ഇല്ലാതെ, കയ്യിലെ കണ്ടില്ലേ കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ ഭാഗത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന 5 മണിവരെ ലോറി പാഞ്ഞു കയറിയത്. ഇത്രമാത്രം നിയന്ത്രണമില്ലാതെ, സുബോധമില്ലാതെ വാഹനം ഓടിക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളം മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അപകടം വർദ്ധിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കേരളം മാത്രമേ ഉള്ളൂ.
അനവധി ആളുകളുടെ ജീവനെ വില കൊടുക്കാതെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ആമീൻ ടി വി കണ്ടില്ലേ? ബീവറേജിന്റെ മുമ്പിൽ ആമീൻ ചെന്ന് മദ്യം വാങ്ങാൻ നിന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായ വാദപ്രതിവാദം. ആ വാദപ്രതിവാദം എന്ത് ചെയ്തു? ഒരുത്തനെ കാറിടിപ്പിച്ചു കൊന്നു. ക്രിസ്തുമസിന്റെ ആദ്യ ഉദ്ഘാടനം എന്ത് ചെയ്തു? റാന്നി ചെത്തോങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ആമീൻ ഒരുവനെ കാറിടിപ്പിച്ചു കൊന്നു. ഓർത്തു നോക്കി, എത്ര ദാരുണമായ അനുഭവങ്ങൾ, ദാരുണ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നീ ബീവറേജിന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴും, കള്ളുഷാപ്പിന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴും, ബാറിന് മുമ്പിൽ പോയി നിൽക്കുമ്പോഴും നിന്റെ ജീവിതം അപകടത്തിലാണ്. ഞാൻ ആ വാർത്ത ഇന്നലെ ആമി ടി വി വഴി കണ്ടു കഴിഞ്ഞപ്പോൾ, എൻ്റെ ദേശത്താണല്ലോ, എൻ്റെ നാട്ടിലാണല്ലോ റാന്നി ചെത്തോങ്കര, അവിടെ ഇങ്ങനെയുള്ള ക്രൂരമായ നീചമായ പ്രവൃത്തികൾ നടന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഹൃദയവേദന തോന്നി. ബാറിന്റെ മുമ്പിലുണ്ടായ ബീവറേജിന് മുമ്പുണ്ടായ വാക്ക് തർക്കം, ഒരു മനുഷ്യനെ കാറിടിച്ചു കൊന്നു, ഒരു ചൗവനക്കാരനെ കാറിടിപ്പിച്ച് അവൻ്റെ മേൽ കൂടെ കാർ കയറ്റി ഇറക്കി. അത്ര ക്രൂരത പിടിച്ച ലോകമായി, എത്ര ക്രൂരത പിടിച്ച ദേശമാണ് ഈ കേരളം എന്ന് പറയുന്നത്. കേരളം ദൈവത്തിന്റെ നാടെന്നൊക്കെ പറയുന്നു, വാനുകൾ ഉയർത്തുന്നവരോട് ചോദിക്കട്ടെ, ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തിയല്ലേ ഇവിടെ നടക്കുന്നത്? ഹല്ലേലൂയ. അതെ, ഇരുളിന്റെ ആധിപത്യങ്ങളുടെ ഇരുളിന്റെ ശക്തികളോട് ഭരിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ നിലയിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. യോഹന്നാൻ കണ്ട പോലെ നീ ദൈവിക ദർശനമുള്ളവനായി ഈ ലോകത്തിന്റെ അന്ധകാരത്തെ നീ ജയിക്കണം. മരണത്തെ നീ ജയിക്കണം. മരണത്തെ ജയിക്കണം. ഓരോ ദിവസം ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, ഹൃദയത്തിനകം തേങ്ങലുകൾ കൊണ്ടുത്തരുന്ന വാർത്തയല്ലേ കേൾക്കുന്നത്? അത് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ലോകമുഖങ്ങളെ വിട്ട് മടങ്ങുക. യേശുക്രിസ്തുവിന് മാത്രമേ നിന്നെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. നീ പോയിരിക്കേണ്ട മദ്യഷാപ്പിലല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റാന്നി ചെത്തോങ്കരെ ആ സഹോദരനെ കാറിടിപ്പിച്ചു വന്നവൻ്റെ മേലൂടെ കാറ് കയറി ഇറക്കിയ ആ സംഭവം ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. ക്രിസ്തുമസിന് വരാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം വലിയ സ്തോത്രം 7-8 ദിവസം കൊണ്ട് എഴുന്നു കൂട്ടി. അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യത്തെ രക്തച്ചൊരിച്ചിൽ നടന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു. യേശുവിന്റെ ജനനം നിന്റെ ഹൃദയത്തിലാണ് സംഭവിച്ചതെങ്കിൽ, ഇനി യേശുവിന്റെ ജനനത്തിന് മുമ്പായി യേശു ജനിക്കുമെന്ന് പറഞ്ഞ് ഈ ബാറിന്റെ മുമ്പിൽ പോയി നിന്ന്, ഈ ബീവറേജിന്റെ മുമ്പിൽ പോയി നിന്ന് കലഹമുണ്ടാക്കി നിന്റെ രക്തം ചൊരിയിക്കരുത്. യേശു ജനിക്കുക മാത്രമല്ല, നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവരാണ്. ഇനി ഇവിടെ രക്തച്ചൊരിച്ചിന്റെ ആവശ്യമില്ല. നിനക്ക് വേണ്ടി യേശു രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ആ യേശു രക്തം നിനക്ക് വേണ്ടി ചൊരിഞ്ഞ് നിനക്ക് രക്ഷ തന്നിട്ട്, നിനക്ക് വീണ്ടെടുപ്പ് തന്നിട്ട്, അത് നിനക്ക് വെളിപ്പെടുത്തിയിട്ട് യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തും മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. എങ്ങനെ? അവന്റെ മുഖം സൂര്യശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ തേജസ്സുള്ളവനായി വരും. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖങ്ങളെ തേടി ഓടുന്ന സഹോദര സഹോദരി, നിന്റെ ജീവൻ അപകടത്തിലാണ്, നിന്റെ ജീവിതം കഷ്ടത്തിലാണ്. യേശുവിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, മുഖത്തിലെ ഹൃദയത്തിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ മുഖത്ത് പ്രകടമാകും. ഹല്ലേലൂയ. അതിന്റെ മുഖത്ത് അറിയാൻ കഴിയും. അല്ലെങ്കിൽ അപ്പോൾ വചനം വായിക്കുന്നത്, സൂര്യനിൽ 3 കാര്യങ്ങളുണ്ട്. സൂര്യനിൽ 3 കാര്യം. ഞാനൊരു നല്ല വേദപ്രഭാഷകൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ വായിച്ചാണ്. സൂര്യനിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സൂര്യനുള്ള അഗ്നിക്കുഴമ്പ്. രണ്ടാമത്, സൂര്യനുള്ള വെളിച്ചം. മൂന്നാമത്, സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഉഷ്ണം. സൂര്യനിലുള്ള അഗ്നിക്കുഴമ്പ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് സമമാണ്. ഉഷ്ണം പരിശുദ്ധാത്മാവിന്റെ നിഴലായിരിക്കും. വെളിച്ചം യേശുക്രിസ്തുവിന് അടയാളമാണെന്ന് ഞാനൊരു വേദപ്രഭാഷകന്റെ പുസ്തകത്തിൽ വായിച്ചു. ഞാനത് ചിന്തിച്ചു. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതും യാഥാർത്ഥ്യമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം അത് എഴുതി വെച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുമ്പോൾ ദൈവിക ശോഭ, യേശു ദൈവിക ശോഭയുള്ളവനാണ്. അവൻ അണ്ഡഘടാകത്തെ നിർമ്മിച്ചവനാണ്, അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവനാണ്. രാവും വെളിച്ചവും തരുന്നവനാണ്. ഈ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സൂര്യനെ അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നവനാണ്, അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ നിയന്ത്രണത്തിലൂടെ കൊണ്ടുപോകുന്നവനാണ്. അതുകൊണ്ട് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വരട്ടെ.
നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറണം. അപ്പം അല്ലെങ്കിൽ ആമി സ്തോത്രം, യേശുവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു പറയുമ്പോൾ ആമി സൂര്യനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ആമി തേജസ്സുള്ളവനാണ് യേശു. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ, രക്തം ചെയ്യും. അതുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് വരണം, യേശുവിൻ്റെ പ്രകാശത്തിലേക്ക് വരണം. യേശുവിൻ്റെ പ്രകാശത്തിലേക്ക് നീ വന്നാൽ നിന്റെ ജീവിതം ഹല്ലേലൂയ നിന്റെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അവൻ ഈ അണ്ടകടകത്ത് അവൻ നിങ്ങളുടെ ഉള്ളത്തെയും കുടുംബത്തെയും തൻ്റെ മഹത്വത്തിൻ്റെ നിറവിൽ നിറയ്ക്കും. അപ്പം ദൈവിക വെളിച്ചം നിന്റെ മേൽ വന്നാൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ മേൽ വന്നാൽ, ദൈവ തേജസ്സിൻ്റെ മേൽ വന്നാൽ നിന്റെ ഹൃദയത്തിലും കുടുംബത്തിലും നിന്റെ മക്കളിലും തലമുറയിലും അവൻ്റെ തേജസ്സിനാൽ അവൻ നിറയ്ക്കും. അല്ലെങ്കിൽ ക്രിസ്തു എന്ന നിറവിനോളം നിനക്ക് നിറയുവാൻ കഴിയുമെന്ന് വേദപുസ്തകം പറയുക. അതുകൊണ്ട് ക്രിസ്തുവായ കർത്താവ് കർത്താവിൻ്റെ പ്രകാശം നിന്റെ ജീവിതത്തിലെ അന്ധകാര ശക്തികളെ നീക്കിക്കളയണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രകാശം നിന്റെ മേൽ വരുമ്പോൾ ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ മാറും. ഇന്നോട് വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന അടക്കം നിനക്ക് നേരെ പോരാടുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിനേരെ, നിന്റെ ജോലിക്ക് നേരെ, നിന്റെ വിദ്യാഭ്യാസ നേരെ, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നേരെ പോരാടുമ്പോൾ, നിന്നെ ഒരു രോഗിയാക്കാൻ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും, നിന്നെ മരണത്തിലേക്ക് തള്ളിയിടാൻ നോക്കുമ്പോൾ, ഇന്ന് പകൽ അങ്ങനെ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ നീ ജയിക്കണം. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യമുള്ള ശരീരത്തെ അവൻ ബലഹീന ശരീരമാക്കാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിന്റെ ആരോഗ്യമായ ആരോഗ്യമുള്ള നിന്റെ ശരീരത്തിനകത്ത് രോഗം കൊണ്ടെത്തുന്ന, മഹാവ്യാധി കൊണ്ടെത്തുന്ന, ശരീരത്തിൽ വൈകല്യങ്ങൾ കൊണ്ടെത്തുന്ന നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ പിശാച് ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു യോഹന്നാൻ കണ്ട യേശുവിന്റെ ആ തേജസ് നിന്റെ മേൽ വരുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിത പ്രകാശമായി മാറും. അന്ധകാരത്തെ നിനക്ക് ജയിക്കാൻ കഴിയും. എല്ലാവരും ഒരു അന്ധകാരം പോരാടിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഒരു അന്ധകാരം പോരാടിക്കുക. അത്രയാണ് നീ ജയിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. അന്ധകാരത്തെ ജയിക്കണം. പ്രൈസ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഈ അന്ധകാര ശക്തിയായിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു, അന്ധകാരത്തിന്റെ ശക്തി ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താൻ, പിശാച കേട്ടോ. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് സാത്താനാണ്. സാത്താൻ അന്ധകാരത്തിന്റെ അധിപതി. അവൻ നിന്നെ ഇരുളിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുക. ഈ ലോകത്തിന്റെ അന്ധകാര പ്രഭുവായിരിക്കുന്നവൻ വാനമണ്ഡലങ്ങളിലുള്ള അശുദ്ധാത്മാക്കളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നിനക്കെതിരെ നിന്ന് പോരാടും. അല്ലെ പിശാചും അവന്റെ ദൂതന്മാരും പിശാചും അവന്റെ അനുയായികളോടെ കൂടി നിനക്ക് നേരെ പോരാടും. നിന്നെ തകർക്കുവാൻ, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ കണ്ണിലേക്ക് അഴുത്തുവാൻ സാത്താനിശത്തിൽ ഒന്നടങ്കം നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതനോട് പറയുക, സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് ദൈവ തേജസ് ഇറങ്ങട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടട്ടെ. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശം ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കുന്ന യേശു നിന്റെ കുടുംബത്തിലേക്ക് വരട്ടെ, നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ. അന്ധകാര ശക്തികളെ നീ തകർത്ത് കളയത്തക്ക നീ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയണം. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളുടെ ചാട്ട് ഇതിൻ്റെ അനുഭവം ദൈവം തന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരെ വലിയവരെ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിൽ പാലിയത്തിൽ കോമാരി യുവനത്തിൽ ദർശന യാചകർ, ഓർഫണേജ് ഓൾഡ് നടപടിയായിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, വില്ലേജുകളിൽ ലോക രാജ്യങ്ങൾ, രാഷ്ട്രതലം, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഗോത്രങ്ങൾ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസി, ട്രൈബൽ, ഗോത്ര വിഭാഗങ്ങളെ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ സഹകരണ വിരുദ്ധമായ ആദിവാസി പുതുമയിലും ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലായിരിക്കുന്നവർക്കായി കരസേന, വ്യോമസേന, പോലീസ്, ജുഡീഷ്യൽ വകുപ്പുകൾ, നിയമനിർമ്മാണ, ക്രമസമാജ, ബാലരംഗത്ത്, രഹസ്യ വിഭാഗങ്ങളെ അടക്കത്താക്കിയതിന്റെ അവസാന ജീവനക്കാരെ, ട്രേഡ് രംഗത്ത്, കൺസ്ട്രക്ഷൻ വെക്കാൻ, മോട്ടോർ രംഗത്തായിരിക്കുന്നവർക്കായി എല്ലാം കരയിലും കടൽ ആകാശമാർഗം വാഹനം യാത്ര ചെയ്യുന്നവരെ,
സെയിൽസ് നിർമ്മിക്കുന്നവരെ, കടലിലെ ദിവസം മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്ന വഴിയോര കച്ചവടക്കാരെ, എല്ലാ വ്യാപാരി ദിവസം കരികൾ കമ്പ്യൂട്ടർ ഫാക്ടറി ജോലി ചെയ്യുന്ന എല്ലാ ചരിത്രമാധ്യ മീഡിയയിലുണ്ടെങ്കിൽ എല്ലാ ഭരണപ്രദേശ പാർട്ടികളെയും എല്ലാ മത നേതാക്കന്മാരെ ദൈവങ്ങളിൽ വിശേഷത്തിന്മാരും യുവരത്തിൽ തലറിയായിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. മദ്യത്തിനുമായി ലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, ഈ പാപലോക അന്ധകാരത്തിൽ വീട് കിടക്കുന്നവർ, സാത്താന തമ്മിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ ജീവിതങ്ങളും മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുക. കേരളത്തിൽ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന ദേശരാജ്യങ്ങളായിരിക്കുന്ന എല്ലാവരും ഞാൻ ഓർക്കുകയാണ്. 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, വീട്ടിലെ ആധിപത്യങ്ങൾ മാറി, അന്ധകാരങ്ങൾ മാറി, ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനാൽ നിറയപ്പെടുവാൻ ഇള്ളും ജനം വിടുവിക്കപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.